എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഡ്രീമിംഗ് മിറേഴ്സ് എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരു മഴക്കാലം വന്നെത്തിയിരിക്കുന്നു. നമ്മളെയൊക്കെ ഏറെ നനപ്പിച്ചും തണുപ്പിച്ചും വെറുപ്പിച്ചുമെല്ലാം ആ മഴക്കാലം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് നമുക്കൊരു കഥ കേട്ടാലോ? മുമ്പെപ്പോഴോ ഞാൻ തന്നെ എഴുതിയിട്ടുള്ള ഒരു കഥ ഇന്ന് യൂട്യൂബിലൂടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുകയാണ്. ഈ കഥ തികച്ചും ഒരു ഭാവന സൃഷ്ടി മാത്രമാണ്. അതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. മികച്ച ശ്രവ്യാനുഭവത്തിനു വേണ്ടി ഹെഡ്ഫോണുകൾ ഉപയോഗിക്കുക. അപ്പോൾ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ഏഴിലങ്കാവ്. ഇരുളു വീണു തുടങ്ങിയ ത്രിസന്ധിയെ കൂടുതൽ അലങ്കരിക്കാനെന്നോണം ഉമ്മറപ്പടിയിൽ കാല് നീട്ടിയിരുന്ന് തകൃതിയായ രാമായണ പാരായണത്തിലാണ് മുത്തശ്ശി. പറമ്പിൽ വീണു കിടക്കുന്ന അടയ്ക്ക പെറുക്കാൻ പോയതിൽ കാലൊന്ന് തെന്നി. അന്നു മുതൽ മുത്തശ്ശിയുടെ കാലിൽ മുഴുവൻ നീരാണ്. നടക്കാൻ തീരെ വയ്യ. മുത്തശ്ശിയുടെ കാലിൽ കുഴമ്പിട്ട് പിടിക്കുന്നത് പണി മാറ്റി വൈകിട്ട് വീട്ടിലെത്തുന്ന അച്ഛൻ്റെ ഇഷ്ടവിനോദങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരുന്നു. അമ്മയാണെങ്കിൽ അടുക്കളയിൽ നീറി നീറി കിടക്കുന്ന അടുപ്പിൽ നിന്ന് വരുന്ന കണ്ണരിയിപ്പിക്കുന്ന പുകയുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വരാൻ വൈകുമെന്ന് മനസ്സിലാക്കിയതിനാലാകണം കുഴമ്പ് പുരട്ടുന്ന ജോലി മുത്തശ്ശി സ്വയം ഏറ്റെടുത്തു കഴിഞ്ഞു. സഹായിക്കാമെന്ന് കരുതി അടുത്തുകൂടിയാൽ മുത്തശ്ശിയുടെ മനസ്സിൽ മാറാതെ കെട്ടിക്കിടക്കുന്ന പഴങ്കഥകൾ മുഴുവൻ ക്ഷമയോടെ കേട്ടിരിക്കേണ്ടി വരും. എല്ലാ കഥകളും ഇതിനോടകം തന്നെ ഒരു 100 ആവർത്തി കേട്ട് കഴിഞ്ഞതാണ്. കുഴമ്പിട്ട് പിടിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയും വശവുമൊക്കെ ഉണ്ട്. ചെയ്യുന്നത് ശരിയായില്ലെങ്കിൽ മുത്തശ്ശിയുടെ വായിലിരിക്കുന്ന പഴകിത്തുരുമ്പിച്ച ശകാരം മുഴുവൻ മറുപടിക്കൊരിടമില്ലാതെ കേട്ടു നിൽക്കേണ്ടി വരും. പണി മാറ്റിക്കഴിഞ്ഞ് മറ്റു പണിക്കാർക്കുള്ള കൂലിയും വീതിച്ചു നൽകി ചന്തയിൽ കൂടെ ഒന്ന് പോയിട്ടേ അച്ഛൻ വരൂ. നല്ല നാടൻ കോഴി തന്നെ നോക്കി വാങ്ങണമെന്ന് അമ്മ ചട്ടം കെട്ടി വിട്ടതാണ്. 8-10 കോഴികൾ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിലും വളർത്തി വലുതാക്കി കഴിയുമ്പോഴേക്കും അവരും വീട്ടിലെ ഒരു അംഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും. അവരെ കൊല്ലുന്ന കാര്യം ആലോചിക്കുമ്പോഴേക്കും അമ്മ ബോധം കെട്ട് വീണിട്ടുണ്ടാകും. അതുകൊണ്ട് ഇറച്ചിക്കറിയുടെ രുചി നുണയാമെങ്കിൽ അച്ഛൻ ചന്തയിൽ പോയേ തീരൂ. എളുപ്പം കത്താത്ത വിറകിനെ പ്രാഗിക്കൊണ്ട് അടുക്കള പോരാട്ടം ശക്തമായി തുടരുകയാണ് അമ്മ. ഈ ശബ്ദകോലാഹലങ്ങളിലൊന്നും പെടാതെ സ്വന്തം മുറി മുഴുവൻ വൃത്തിയാക്കിയ ക്ഷീണത്തിൽ കട്ടിലിൽ വെറുതെ കിടന്ന് വിശ്രമിക്കുകയാണ് ഞാൻ. കൽക്കട്ടയിലെ പ്രയാസമേറിയ ജോലി ഉപേക്ഷിച്ച് ശങ്കരൻ മാമയുടെ മകൻ രവിയേട്ടൻ നാട്ടിലേക്ക് വന്നിട്ട് ഏതാണ്ട് 1.5 ആഴ്ചയായി. ഇങ്ങോട്ടേക്കൊന്നിറങ്ങാൻ ഇപ്പോഴായിരിക്കും തരപ്പെട്ടിട്ടുണ്ടാവുക. ഏട്ടൻ്റെ വരവ് പ്രമാണിച്ചാണ് അമ്മയുടെ പോരാട്ടവും അച്ഛൻ്റെ ചന്തയിൽ പോക്കും എൻ്റെ മുറി വൃത്തിയാക്കലുമെല്ലാം. എന്തായാലും രവിയേട്ടനൊന്ന് വേഗം വന്നിരുന്നെങ്കിൽ. കൽക്കട്ടയിൽ നിന്ന് പോരുമ്പോൾ ഒരു പുതിയ റേഡിയോ വാങ്ങിക്കൊണ്ടുവരാൻ താൻ ഏൽപ്പിച്ചിരുന്നതാണ്. കാത്തിരുന്ന് ഒടുവിൽ ആ ദിവസം ഇങ്ങെത്തിയല്ലോ. രവിയേട്ടൻ വന്നാൽ പിന്നെ ബഹുരസമാണ്. കുളത്തിൽ ചൂണ്ടയിട്ടും മരം തിരിഞ്ഞു കയറിയും ചീട്ട് കളിച്ചുമൊക്കെ എത്ര പെട്ടെന്നാണ് നേരം പോവുക. മേൽക്കൂരയ്ക്ക് മുകളിൽ ഇരുട്ട് സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. 7:30-ക്കാണ് ഇങ്ങോട്ടേക്കുള്ള അവസാന ബസ്. അതിൽ വരാമെന്നാണ് രവിയേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ബസ് ഇറങ്ങിയാൽ ഇടതുവശത്ത് കാണുന്ന ഇടുങ്ങിയ ഇടവഴിയിൽ കൂടെ കുറച്ചു ദൂരം നടക്കാനുണ്ട്. ഇടവഴി വന്ന് അവസാനിക്കുന്നത് വിശാലമായ പാടശേഖരങ്ങളിലേക്കാണ്. മഴക്കാലമായതിനാൽ പാടം മുഴുക്കെ ചെളിയുണ്ടാകും. തീരെ ചെറിയ വരമ്പുകളിലൂടെ തെന്നി വീഴാതെയും മുണ്ടിൽ ചെളി പറ്റാതെയും ബാഗും തൂക്കി അത്ര ദൂരം നടക്കുകയെന്നത് ഏറെ പ്രയാസമേറിയ കാര്യമാണ്. നനഞ്ഞ മണ്ണും തണുപ്പും മാടത്തിൽ പതിയിരിക്കുന്ന ഇഴജന്തുക്കളെ പുറത്തെത്തിക്കും. പാടം മുഴുക്കെ മാക്കാച്ചി തവളകൾ ഉല്ലസിച്ച് നടപ്പുണ്ടാകും. അതിലൊന്നിനെയെങ്കിലും അകത്താക്കാൻ മൂർഖനും അണലിയുമൊക്കെ പുല്ലുകൾക്കിടയിൽ പമ്മിക്കിടക്കുന്നുണ്ടാകും. അറിയാതെ പോലും അവറ്റകളുടെ ദേഹത്തെങ്ങാനും ചവിട്ടിയാൽ അതോടെ തീർന്നു. തെക്കേപ്പുരക്കിലെ ബാലേട്ടൻ പാമ്പുകടിയേറ്റ് മരിച്ചത് ഇതുപോലൊരു മഴക്കാലത്താണ്. പുറത്തിറങ്ങുന്ന അണലിയും മൂർഖനുമൊക്കെ ഇരപിടുത്തമൊക്കെ കഴിഞ്ഞ് വയറ് നിറച്ച ശേഷമേ മാളത്തിലേക്ക് തിരികെ പോകൂ. പാടം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു ചെറിയ ഇടവഴിയാണ്. ഇടവഴി കഴിഞ്ഞാൽ കുത്തിയൊലിക്കുന്ന ചിന്തകളുടെ നീർച്ചാലിലേക്ക് എവിടെ നിന്നോ ഒരു ദീർഘനിശ്വാസം വിറ്റു വീണു. ഒരു നടുക്കത്തോടെയല്ലാതെ ബാക്കി പറയാൻ ഈ നാട്ടിലെ ആർക്കും കഴിയില്ല. ഇടവഴി കഴിഞ്ഞാൽ പിന്നെ ഏഴിലങ്കാവാണ്. ഏഴിലങ്കാവ് നാട്ടിലെ സകലമാന പ്രേതങ്ങളുടെയും ആസുര ശക്തികളുടെയും ആവാസ കേന്ദ്രം. നിലാവ് പോലും പൊഴിയാൻ ഭയക്കുന്നിടം. പേരുപോലെ തന്നെ നിറയെ ഏഴിലമ്പാലകൾ തിങ്ങി നിറഞ്ഞ ഭയപ്പെടുത്തുന്ന സർപ്പക്കാവാണവിടം.
സർപ്പപ്രതിഷ്ഠകളുടെ നേരെ മുമ്പിൽ തന്നെ പ്രായം ചെന്നൊരു പാലമരമുണ്ട്. ഭീമാകാരനായ ഒരെണ്ണം. 3 ആൾ കൂടി വട്ടമിട്ട് പിടിച്ചാലും എത്താത്തത്ര വണ്ണമാണതിന്. യക്ഷിയും മാടനും മറുതയുമെല്ലാം ആ പാലയിലാണ് താമസം. ചാവർത്തുടിയിലെ കൃഷ്ണേട്ടനും വലിയപറമ്പിലെ ദാമോദരേട്ടനും തൂങ്ങി മരിച്ചത് അതേ പാലയുടെ കൊമ്പുകളിൽ തന്നെ. നാക്കും കടിച്ച് വല്ലാത്തൊരു ഭീകരതയോടെ കയറിൽ തൂങ്ങി നിന്നിരുന്ന ഇരുവരുടെയും മുഖം ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. എത്ര ഭയാനകമായ കാഴ്ചയായിരുന്നു അത്. അവിടം കൊണ്ടൊന്നും ഏഴിലങ്കാവിലെ വിശേഷങ്ങൾ തീരുന്നില്ല. പശുവിന് പുല്ലുവെട്ടാൻ പോയ നാരായണേട്ടത്തിയുടെ മകൾ സുഭദ്രയുടെ മേൽ ഗന്ധർവൻ കൂടിയതും അവിടെ വെച്ചാണ്. അന്തി മയങ്ങിക്കഴിഞ്ഞാൽ ആരാലും പിടിച്ചു നിർത്താനാകാത്ത വിധം അവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അത്ര നേരം യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ എല്ലാവരോടും സംസാരിച്ചും കളിച്ചും ചിരിച്ചുമൊക്കെ നടക്കുന്ന അവളെ കണ്ണു തെറ്റിയാൽ കാണാതെയാവും. ഏതു നേരവും അണിഞ്ഞൊരുങ്ങി അഴിച്ചിട്ട മുടിയുമായി സ്വപ്നലോകത്തിലെന്ന പോലെ അവളുടെ ഒരു നിൽപ്പുണ്ട്. ആരെയും കൂസാതെയുള്ള ഒരു നിൽപ്പ്. ഒന്നും അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അവളുടെ ദേഹത്തുള്ള ഗന്ധർവന്റെ വേലകളാണ്. ഒരിക്കൽ നട്ടപ്പാതിരായ്ക്ക് വീട്ടിൽ നിന്നും കാവിലേക്ക് ഇറങ്ങി നടന്ന അവളെ ഭാഗ്യത്തിനാണ് നാരായണേട്ടത്തി കണ്ടത്. അവളെ പിടിച്ചു നിർത്താനുണ്ടോ ആയമ്മയ്ക്ക് സാധിക്കുന്നു? അവിടെ കിടന്നിരുന്ന ഒരു കല്ലെടുത്ത് നാരായണേട്ടത്തിയുടെ നെറുകുന്തല നോക്കി തന്നെ ഗന്ധർവൻ പണി കൊടുത്തു. അവരുടെ കരച്ചിൽ കേട്ട് അയൽവാസികളെല്ലാം പെട്ടെന്ന് ഓടിക്കൂടി. എല്ലാവരും എത്തിയപ്പോഴേക്കും ബോധരഹിതയായി സുഭദ്ര നിലത്ത് വീണ് കഴിഞ്ഞിരുന്നു. പ്രസിദ്ധരായ ഒട്ടേറെ മന്ത്രവാദികൾ ഒരുമിച്ചു വന്ന് പൂജയും ചില കടും ക്രിയകളുമൊക്കെ ചെയ്താണ് ആ കൊച്ചിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. അല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എന്തായിരുന്നു സ്ഥിതി? പിന്നീടൊരിക്കൽ ഷാപ്പിൽ നിന്ന് അളവിലധികം സേവിച്ച് ആശാരി മണിയേട്ടൻ നടക്കാൻ പോലും പറ്റാത്ത കോലത്തിൽ ഏഴിലങ്കാവിലെ പ്രധാന പാലമരത്തിന് ചുവട്ടിൽ ചെന്ന് കിടക്കുകയുണ്ടായി. കള്ളിൻ്റെ നിറഞ്ഞു പൊങ്ങുന്ന ലഹരിയിൽ അവിടെ കിടന്ന് ഏറെ നേരം മയങ്ങി. അപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. പെട്ടെന്ന് എന്തോ ദുസ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റ മണിയേട്ടൻ കണ്ടത് അയാളുടെ മുമ്പിൽ ആകാശത്തോളം വളർന്നു നിൽക്കുന്ന ഭയപ്പെടുത്തുന്ന ഒരു രൂപത്തെയാണ്. ഒരു കരിമ്പനയോളം ഉയരമുള്ള 4 കൈകളും തിളങ്ങുന്ന കണ്ണുകളുമുള്ള ഒരു ഭീകര സത്വം. ഉള്ള പ്രാണനം കൊണ്ട് അലറി വിളിച്ച് മണിയേട്ടൻ വീട്ടിലേക്ക് ഓടി. ഒരാഴ്ചത്തോളം ആ പാവം പനി പിടിച്ചു കിടന്നു. ഇതിനുള്ള മരുന്ന് വല്ലതും രാമൻ വൈദ്യരുടെ പക്കലുണ്ടോ കാണുന്നു. എങ്കിലും വൈദ്യരെ കൊണ്ടാവുന്നത് പുള്ളി ചെയ്തിട്ടുണ്ട്. പനി മൂർച്ഛിച്ച നാളുകളിലത്രയും മണിയേട്ടൻ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം മണിയേട്ടനും എല്ലാവരെയും വിട്ടുപോയി. അല്പസ്വല്പം മദ്യപിക്കുമായിരുന്നെങ്കിലും നല്ലൊരു മനുഷ്യനായിരുന്നു. പറഞ്ഞിട്ടത് കാര്യം. ഏഴിലങ്കാവ് കഴിഞ്ഞാൽ പഴയൊരു നമ്പൂതിരി ഇല്ലമാണ്. അവിടെ ഇപ്പോൾ ആരും താമസമില്ല. അതുകൊണ്ട് തന്നെ ഇടിഞ്ഞുപൊളിഞ്ഞ ചുവരുകളും നിലം പറ്റി തുടങ്ങിയ മേൽക്കൂരയും അവിടുത്തെ ഭീകരാന്തരീക്ഷത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു. ഇല്ലത്തെ അനന്തരാവകാശികളിൽ ആരോ വിശാഖപട്ടണത്തിലോ മറ്റോ ഉണ്ടെന്നാണ് കേൾവി. ആർക്കറിയാം. ഏഴിലങ്കാവിൻ്റെ ശാപം മൂലമാണ് ഇല്ലത്തിന് ഈ ഗതി വന്നതെന്നാണ് പരക്കെയുള്ള സംസാരം. കാവിലെ ദുഷ്ടശക്തികളെ ആവാഹിക്കാനും ഒഴിപ്പിക്കാനുമൊക്കെ ഇല്ലത്തെ കാരണവന്മാർ ഒരുപാട് ശ്രമിച്ചതാണ്. ഒടുക്കം ഒരു പേമാരി പോലെ വന്ന വസൂരി ആ കുടുംബത്തെ തന്നെ തൂത്തു തുടച്ചു. ഇല്ലത്തെ ഇളയ നമ്പൂതിരിക്ക് കാവിലെ യക്ഷിയുമായി ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടായിരുന്നത്രേ. പറഞ്ഞു കേട്ട കാര്യമാണ്. വെള്ളിയാഴ്ചകളും കറുത്ത വാവുകളും അവരുടെ സംഗമ ദിനങ്ങളായിരുന്നത്രേ. ഒടുവിൽ യക്ഷിയെ പറ്റിച്ച് മറ്റൊരു ഇല്ലത്തെ തമ്പുരാട്ടിക്കുട്ടിയുമായി നമ്പൂതിരി വേളിയുറപ്പിച്ചു. യക്ഷിയുണ്ടോ വെറുതെ വിടുന്നു. അതിൽ പിന്നെ നമ്പൂതിരിക്ക് ചിത്തഭ്രമം വന്നു ഭവിച്ചു. പാതിരാത്രികളിൽ അലറി വിളിച്ചുകൊണ്ട് നൂൽബന്ധമില്ലാതെ കാവിലേക്ക് ഓടിയിരുന്ന ഭ്രാന്തൻ തിരുമേനിയെ ഉൾക്കിടലത്തോടെയല്ലാതെ ആരും ഓർക്കാറില്ല. പാലമരത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് വലിഞ്ഞു കയറി അയാൾ ഉറക്കെ സംസ്കൃത ശ്ലോകങ്ങളും മന്ത്രങ്ങളുമൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കും, വല്ലാത്തൊരു അട്ടഹാസത്തോടെ. മറ്റൊരു മഴക്കാലത്ത് പാലയുടെ മുകളിൽ നിന്നും തെന്നി വീണ ഭ്രാന്തൻ തിരുമേനി കാവിൽ വെച്ച് തന്നെ തൽക്ഷണം മരണപ്പെട്ടു. മരത്തിന് മുകളിൽ നിന്നും യക്ഷി തള്ളി താഴെയിട്ടതാണത്രേ. മരിച്ചെങ്കിലും നമ്പൂതിരി ഇപ്പോഴും കാവിൽ തന്നെ ഉണ്ടെന്നാണ് മുത്തശ്ശി അടക്കമുള്ള പാവക്കാർ പറയുന്നത്. പാതിരാത്രിയുടെ നിഗൂഢയാമങ്ങളിൽ കാവിൽ നിന്നും കാലൻ കോഴിയുടെ മരണവിളി ഉയർന്നു കേൾക്കാം. അതയാളാണ് ഭ്രാന്തൻ തിരുമേനി. കാലൻ കോഴിയായി വന്ന് ഈ നാട്ടിലെ ഓരോരുത്തരെയായി അയാൾ പരലോകത്തേക്ക് കൊണ്ടുപോകും. ഇത്രയൊക്കെ ഓർക്കുമ്പോൾ ശങ്കരമാമയെ ആക്രമിക്കാൻ വന്ന കൊള്ളിപ്പിശാചിനെ കുറിച്ചുകൂടി ഓർക്കാതിരിക്കുന്നതെങ്ങനെ? പണ്ടൊരിക്കൽ, അന്ന് ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ സുഗന്ധിരയിലായിരുന്ന കാലം. രവിയേട്ടനും നന്നേ ചെറുതാണ്. അമ്മായിയെയും രവിയേട്ടനെയും ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ദൂരെ ഒരിടത്തേക്ക് ഒരാഴ്ചത്തെ പണിക്ക് പോയതാണ് ശങ്കരമാമ.
ഒരാഴ്ചത്തേക്കുള്ള പണി മാമനും കൂട്ടുകാരും ചേർന്ന് 10 ദിവസത്തേക്ക് എത്തിച്ചു. അത് ഇവരുടെ ഒരു പൊതു സ്വഭാവമാണെന്നിരിക്കെ പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ടും ആളെ കാണാത്തതിൽ ആർക്കും യാതൊരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. ആകെയുള്ളൊരു പ്രശ്നം, മൂപ്പരെന്ന് വരുമെന്ന് ഒരു പിടിയുമില്ല. അതുകൊണ്ട് എന്നും മാമനുള്ളതും കൂടെ കണക്കാക്കിയാണ് ചോറ് വെച്ചിരുന്നത്. പ്രേതത്തിലും ഭൂതത്തിലും എന്തിനേറെ പറയുന്നു, ദൈവത്തെ പോലും വലിയ വിശ്വാസമില്ലാത്ത ആളായതിനാൽ ഏഴിലങ്കാവൊന്നും മാമനെ ഒട്ടും ഭയപ്പെടുത്തിയിരുന്നില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ എത്ര ദിവസം കഴിഞ്ഞാലും ഇങ്ങോട്ട് വരാൻ മാമന് അച്ഛൻ്റെ പോലും തുണ വേണ്ട. അങ്ങനെ ആ ദിവസം വന്നെത്തി. പണി കഴിഞ്ഞ് മാമൻ നാട്ടിലെത്തി. അവസാന ബസ്സായതുകൊണ്ട് ഇരിക്കാൻ പോലും സ്ഥലം കിട്ടാതെ തൂങ്ങി പിടിച്ചാണ് വന്നത്. ബസ് ഇറങ്ങി നടപ്പ് തുടങ്ങി. പാടം കഴിഞ്ഞ് ഇടവഴി എത്തിയപ്പോൾ തനിക്ക് പുറകെ ആരോ നടക്കുന്നത് പോലൊരു കാൽപെരുമാറ്റം. ആളത് കാര്യമാക്കിയില്ല. പിന്നീട് ആ ശബ്ദം കൂടിക്കൂടി വന്നപ്പോൾ സഹികെട്ട് തിരിഞ്ഞു നോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കയ്യിലെ ചൂട്ടാണെങ്കിൽ എരിഞ്ഞു തീരാറായി. മിക്കവാറും ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു വേണം കാവ് കടക്കാൻ. ധൈര്യം കൈവിടാതെ നിരീശ്വരൻ നടപ്പ് ഓടുന്നു. അപ്പോഴതാ വീണ്ടും തൊട്ടുപുറകിലായി കരിയിലകൾ മെത്തയൊരുക്കി ഇടവഴിയിലൂടെ ആരോ നടക്കുന്ന ശബ്ദം. ചെറു ജീവികൾ നടക്കുന്ന പോലെയല്ല, ശരിക്കും ഒരു മനുഷ്യൻ നടക്കുന്ന പോലെ തന്നെ. വല്ല പിടിച്ചുകയർക്കാരോ കള്ളന്മാരോ തന്നെ, മാമൻ മനസ്സുറപ്പിച്ചു. അപ്പോഴേക്കും ചൂട്ട് കത്തി തീർന്നിരുന്നു. ആത്മരക്ഷാർത്ഥം സഞ്ചിയിലുള്ള പണിസാധനങ്ങളിൽ നിന്നും മൂർച്ചയുള്ള ഒരായുധം പുറത്തെടുത്ത് അതുമായി ശ്രദ്ധയോടെ ചുവടുകൾ എടുത്തു വെച്ചു. ചുറ്റിലും ഒരു തണുത്ത കാറ്റ് അനുഭവപ്പെടാൻ തുടങ്ങി. എങ്ങും കരിമ്പട്ടണിഞ്ഞ ഇരുട്ട് മാത്രം. മാമൻ്റെ ധൈര്യത്തിൻ്റെ കയർ പതിയെ പിന്നിപ്പൊട്ടി തുടങ്ങിയിരുന്നു. മഞ്ഞിൻ്റെ കുളിരുള്ള ആ രാത്രിയിലും അകാരണമായി വെട്ടി വിയർക്കാൻ തുടങ്ങിയ ശങ്കരൻ മാമ തോർത്തുകൊണ്ട് വിയർപ്പൊപ്പിക്കൊണ്ട് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന മനോഭാവത്തോടെ മുന്നോട്ട് ഗമിച്ചു. പുറകിലെ കാലടി ശബ്ദം ഇപ്പോൾ കനത്തിൽ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഭയം കൊണ്ടോ ആശങ്കകൾ കൊണ്ടോ ഒരടി പോലും മുന്നോട്ടെടുത്തു വയ്ക്കാനാവതില്ലാതെ ശബ്ദനായി അവിടെ നിന്നു. ഒരു നിമിഷത്തിനിടവേളയിൽ തൊട്ടുപുറകിൽ നിന്ന് ആരുടെയോ ദീർഘനിശ്വാസം. തൻ്റെ പുറകിലുള്ളത് ആരാണെങ്കിലും അതെന്താണെങ്കിലും അതത്ര നിസ്സാരക്കാരനല്ല. ഇതുപോലുള്ള സാഹചര്യങ്ങൾ മുമ്പൊരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ലാത്തതിനാൽ എന്തു ചെയ്യണമെന്നും വ്യക്തമായ ധാരണയില്ല. ആകെ കുഴങ്ങി നിൽക്കുമ്പോഴും അറിയാൻ കഴിയുന്നുണ്ട് പിൻകഴുത്തിലേക്ക് വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്ന ചൂട് നിശ്വാസങ്ങൾ. തിരിഞ്ഞു നോക്കാൻ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. എങ്കിലും സ്വന്തം മനസ്സിനെ കടിഞ്ഞാണിടാൻ ആവുന്നത്ര ശ്രമിക്കുകയാണ് മാമൻ. പക്ഷേ യുക്തിയും മനസ്സും തമ്മിലുള്ള യുദ്ധത്തിൽ പലപ്പോഴും വിജയിക്കുന്നത് മനസ്സാണല്ലോ. മനസ്സിൻ്റെ അതിശക്തമായ പ്രേരണ മൂലം പേടിയോടെയെങ്കിലും ശങ്കരൻ മാമ തിരിഞ്ഞു നോക്കി. അപ്പോഴതാ മുളങ്കൂടത്തിനിടയിൽ ഒരു വെളിച്ചം. വെറും വെളിച്ചമല്ല, നിറയെ നിന്ന് കത്തുന്നൊരു തീഗോളം. ആ തീഗോളം ഇപ്പോൾ ചലിക്കുന്നുണ്ട്. ശരീരത്തിലെ രക്തപ്രവാഹം നിലയ്ക്കുന്നത് പോലെ തോന്നി തുടങ്ങിയിരിക്കുന്നു. അതിപ്പോൾ തന്നെ ലക്ഷ്യമാക്കിയാണ് വരുന്നത്. യാതൊരു സ്രോതസ്സുമില്ലാത്തൊരു തീ തനിക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് കണ്ട് തല ചുറ്റുന്നത് പോലെ മാമിക്ക് തോന്നി. തീഗോളം അടുത്തെത്താറായിരിക്കുന്നു. അപ്പോഴാണ് ഞെട്ടിത്തെറിച്ചുകൊണ്ട് ആ സത്യം മനസ്സിലാക്കിയത്. അത് വെറുമൊരു തീഗോളമല്ല, ഒരു മനുഷ്യൻ്റെ തലയൂട്ടി നിന്ന് കത്തുകയാണ്. പേരറിയുന്ന സകല ദൈവങ്ങളുടെയും തുണയ്ക്ക് വിളിച്ച് പിന്നൊരു ഓട്ടമാണ്. അന്ന് മാമനോടിയ വഴിക്ക് ഇന്നും പുല്ലുകൾ മുളച്ചിട്ടില്ല. സംഭവം നടന്ന പിറ്റേ ദിവസം മുതൽ മാമനൊരു കടുത്ത ദേവീഭക്തനായത് മാത്രം മിച്ചം. പ്രേതഭൂതാദികളുടെ സംസ്ഥാന സമ്മേളനം വല്ലതും നടത്തുകയാണെങ്കിൽ അതിന് വേദിയാകാൻ പറ്റിയ സ്ഥലമാണ് ഏഴിലങ്കാവെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സൂര്യൻ കണ്ണു ചിമ്മിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പരക്കുന്നത് മരണത്തിൻ്റെ മണമുള്ള അന്ധകാരമാണ്. രാത്രിയിൽ അത്രയൊന്നും വൈകാതെ തന്നെ അവിടം സഞ്ചാരയോഗ്യമല്ലാതെയാകും. പനമരങ്ങളിൽ നിന്ന് ഊർന്നിറങ്ങി വരുന്ന വെളുത്ത രൂപങ്ങളും ഭ്രാന്തൻ തിരുമേനിയുടെ ചുറ്റിക്കറക്കവും ഗന്ധർവന്മാരുടെ മനം മയക്കുന്ന ഗാനങ്ങളും തനിയെ നീങ്ങുന്ന തീകോളവുമെല്ലാം വെറും കെട്ടുകഥകളാണെന്ന് എത്രയോ തവണ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ്. ഓരോ ശ്രമങ്ങളും പരാജയങ്ങൾ മാത്രമായി മാറാറാണ് പതിവ്. യഥാർത്ഥത്തിൽ കാവിൽ മാത്രമല്ല പ്രശ്നങ്ങളുള്ളത്. തൊട്ടപ്പുറത്തെ വരത്തൻ കോളനിക്കും രാത്രിയിൽ മറ്റൊരു മുഖമാണ്. ഈ നാട്ടിലെ പ്രധാന വഴക്കാളിയും റൗഡിയുമായ മൂർഖൻ്റെ കുച്ചാട്ടിനെ ഒതുക്കിയത് അവരാണ്, വരത്തൻ കോളനിയിലെ ഒടിയന്മാർ. 6 അടിയിലധികം ഉയരവും അതിനൊത്ത വണ്ണവുമുള്ള ഗടാഗടിയനാണ് രഘുച്ചേട്ടൻ. ഭൂമി കുലുക്കത്തിൽ പോലും ഒരുങ്ങാത്ത മനുഷ്യൻ. നാട് മുഴുവൻ നടന്നു നെല്ലുണ്ടാക്കുന്നതും മൂപ്പരുടെ ഒരു വിനോദമാണ്. എല്ലാവർക്കും പുള്ളിയെ പേടിയാണ്. മേൽപോട്ടും കീഴ്പോട്ടും ഒഴിയാൻ പറ്റാത്ത സ്വഭാവം. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് അടിയും തൊഴിയും.
ഈ മൂശയാട്ട സ്വഭാവം കാരണമാണ് മൂർഖൻ എന്ന പേര് വന്നത്. ഒരിക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആ കോളനിയിലുള്ള ചിലർ കള്ളുമടിച്ച് ലക്ക് കെട്ട് രഘുച്ചേട്ടന്റെ മുമ്പിൽ വന്നു പെട്ടു. കിറങ്ങി നിൽക്കുന്ന അവന്മാരുടെ നാക്കിന് എന്ത് മൂർഖൻ എന്ത് രഘു, ഒന്നും രണ്ടും പറഞ്ഞ് അടിയായി. അവർ 4 പേരെയും മൂർഖൻ പട്ടം പറത്തുന്ന പോലെ പറത്തി. അതിലൊരുത്തൻ്റെ കാലൊടിഞ്ഞു, വേറൊരുത്തൻ്റെ താടിയിൽ പൊട്ടി. അംഗം കഴിഞ്ഞ് വിജയശ്രീ ലാളിതനായി രഘുച്ചേകവൻ വീട്ടിലേക്ക് മടങ്ങി. 2-3 ദിവസം കഴിഞ്ഞ്, അന്നും ഒരു അമാവാസി ദിവസമായിരുന്നു. കാട്ടുപന്നിയുടെ രൂപത്തിൽ വന്ന് ഒടിയന്മാർ മൂർഖൻ്റെ പത്തി നോക്കി തന്നെ പണി കൊടുത്തു. 2 കൈകളും കാലുകളും കഴുത്തുമൊടിഞ്ഞു. രഘുച്ചേട്ടൻ കുറേ കാലം കിടക്കയിൽ തന്നെയായിരുന്നു. ദേഹമാസകലം ചോര പൊടിയുന്ന കീറലുകളും ഉണ്ടായിരുന്നു. ഭീമസേനനെ വരെ ഒറ്റയ്ക്ക് മലർത്തുമെന്ന് അഹങ്കരിച്ച് നടന്നിരുന്ന രഘുച്ചേട്ടൻ്റെ അപ്പോഴത്തെ അവസ്ഥ പരിതാപകരമായിരുന്നു. ഒരുവിധം എഴുന്നേറ്റ് നടക്കാറായപ്പോൾ തന്നെ അപമാനഭാരത്താൽ പെട്ടിയും കിടക്കയും എടുത്ത് രായ്ക്ക് രാമാനം മൂർഖൻ നാടുവിട്ടു. പകരം ചോദിക്കാൻ നിന്നാൽ ആ ശരീരത്ത് അവർ ബാക്കി വെച്ച ജീവൻ പോലും പിന്നെ ഉണ്ടായെന്ന് വരില്ല. ഇരുട്ടിൻ്റെ പാരമ്യതയിൽ ഒറ്റയ്ക്ക് വരുന്ന യാത്രക്കാരെയും ലക്ഷ്യമിട്ട് കാളയായും കാട്ടുപന്നിയായും കാളസർപ്പമായുമെല്ലാം അവർ പതിയിരിക്കും. ജീവനൊഴികെ ബാക്കിയെല്ലാം അവർ അപഹരിച്ചു കൊണ്ടുപോകും. പ്രതിരോധിക്കാൻ നിന്നാൽ ചിലപ്പോൾ ജീവനും നഷ്ടപ്പെട്ടു പോയേക്കാം. അവരുടെ കോളനിയിലേക്ക് പോകാൻ പോലീസിന് പോലും ഭയമാണ്. അല്ലെങ്കിലും ഒടിയനെന്ത് നിയമവും ശിക്ഷയും. ഇത്തരം കാര്യങ്ങളെല്ലാം പലകുറി വിശകലനം ചെയ്യുമ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ നാട് ഇതൊരു മരണച്ചുഴിയാണ്. ഇവിടെ അകപ്പെട്ടാൽ പിന്നെ ഏതു നിമിഷവും മരണപ്പെട്ടേക്കാം. മനസമാധാനത്തോടെ സ്വന്തം വീടുകളിൽ പോലും കഴിയാനാകില്ല. രാത്രിയിൽ എപ്പോഴെങ്കിലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ വീടിന് ഉമ്മർത്തു നിന്നും ഒരു ശബ്ദം കേൾക്കാം. കനമുള്ള ചെങ്ങല നിലത്ത് വലിച്ചുകൊണ്ട് ആരോ നടക്കുന്ന പോലെ ഒരു ശബ്ദം. ആ ശബ്ദം പതിയെ ഉമ്മർത്തു നിന്നും ചലിച്ചു തുടങ്ങും. പലവട്ടം അത് വീടിനെ വലം വയ്ക്കും. ശബ്ദം കേട്ട് എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ ജനൽപ്പാളി തുറന്നു നോക്കുകയോ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയോ ചെയ്താൽ കഥ കഴിഞ്ഞത് തന്നെ. ഉഷച്ചിട്ട ഒരിക്കൽ അതിനെ കണ്ടിട്ടുണ്ടത്രേ. ശബ്ദം കേട്ട് എന്താണെന്നറിയാൻ ജനൽപ്പാളി തുറന്നു നോക്കിയപ്പോൾ അതാ മുറ്റത്ത് ഭീമാകാരമായൊരു രൂപം ചങ്ങലകൾ ബന്ധിച്ച ഒരു വലിയ ഇരുമ്പുകോളവും നിലത്തിട്ട് വലിച്ചുകൊണ്ട് നടക്കുന്നു. ഒരു നിമിഷത്തേക്ക് ചിറ്റയുടെ നല്ല ജീവനങ്ങ് പോയി കാണണം. പെട്ടെന്ന് ആ രൂപം ചിറ്റയ്ക്ക് നേരെ തിരിഞ്ഞു. പാതി വെന്ത മുഖമായിരുന്നത്രേ അതിന്. അലറിക്കൊണ്ട് ബോധം കെട്ട് വീണ ചിറ്റയ്ക്ക് കുറച്ചു മാസങ്ങളെടുത്താണ് മാനസികമായി പഴയ പോലെയാകാൻ കഴിഞ്ഞതെന്ന് ചിറ്റ തന്നെ പലപ്പോഴേ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനെ നേരിൽ കണ്ട ശേഷവും അതിജീവിച്ചവർ വിരലിൽ എണ്ണാവുന്നവരേ ഉള്ളൂ. ഏഴിലങ്കാവിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വിശാലമായ നെൽപ്പാടത്തിന് ഒത്ത നടുക്കായി നിൽക്കുന്ന കരിമ്പനെയാണ് പേരറിയാത്ത മറ്റൊരു കൂട്ടം പ്രേതങ്ങളുടെ സങ്കേതം. അസമയങ്ങളിൽ പനയിൽ നിന്നും മൂർന്നിറങ്ങി വരുന്ന പല രൂപങ്ങളെയും എത്രയോ പേർ കണ്ട് പേടിച്ചിരിക്കുന്നു. ചിന്തകൾ താങ്ങി കാട് കയറുന്നതിനിടയ്ക്കാണ് അമ്മയുടെ വിളി. അല്പം നീരസത്തോടെ തന്നെ വിളി കേട്ടു. ചിന്തകളുടെ ചീട്ടുകൊട്ടാരം പണിയുന്നതിനിടയ്ക്ക് വിസ്മൃതിയിലാണ്ടുപോയ തൻ്റെ ഉത്തരവാദിത്വം ഓർമ്മിപ്പിച്ച് അമ്മ അടുക്കളപ്പണികളിൽ തിരികെ വ്യാപൃതയായി. നെഞ്ചിലൊരു കൊള്ളിയാൻ വന്ന് പതിച്ചതുപോലെ. ശരിയാണ്, രവിയേട്ടൻ എത്തുമ്പോഴേക്കും ഏട്ടനെ കൂട്ടാൻ പോകാമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. താനായിട്ട് ഏറ്റെടുത്തതാണ്. ഇനി പിന്മാറിയാൽ നാണക്കേടാകും. ശരീരത്തിനുള്ളിൽ നിന്നും തൻ്റെ ആത്മാവ് തന്നെ കളിയാക്കി ചിരിക്കുന്നത് പോലെ. ഈശ്വര, ഇറങ്ങാൻ സമയമായിരിക്കുന്നു. ഇന്നേ വരെ ഒറ്റയ്ക്ക് കാവ് കടന്നിട്ടില്ല താൻ. വെറുതെ ആളാവാൻ വേണ്ടി കയറി ഏറ്റെടുത്ത ഉത്തരവാദിത്തം ഇപ്പോൾ തൻ്റെ തലയ്ക്ക് മുകളിൽ തന്നെ പത്തി വിടർത്തിയാടുന്നൊരു കാളസർപ്പമായി മാറിയിരിക്കുന്നു. കൈകാലുകളെല്ലാം കുഴയുന്ന പോലെ. ഏറ്റെടുത്ത കാര്യത്തിൽ നിന്നും പിന്മാറാൻ മറ്റൊരു മാർഗവുമില്ല. ഇനി രണ്ടും കൽപ്പിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങുക തന്നെ. പൂജാമുറിയിൽ നിന്നും എന്നോ അമ്പലത്തിൽ പോയപ്പോൾ കഴിപ്പിച്ച പുഷ്പാഞ്ജലിയുടെ പ്രസാദം വാഴയിലയിൽ ഉണങ്ങിയിരിക്കുന്നുണ്ടായിരുന്നത് തന്നെ ഭാഗ്യം. ഉണങ്ങിയ ചന്ദനത്തിന് 2 തുള്ളി വെള്ളം കൊടുത്ത് ജീവൻ വെപ്പിച്ച ശേഷം നെറ്റിയിൽ കട്ടിയിൽ തന്നെ വരച്ചു. പിന്നാമ്പുറത്ത് അമ്മ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചൂട്ടുമെടുത്ത് വീട്ടിൽ നിന്നിറങ്ങി. കാവ് വഴി എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കുന്നതിൽ അസംതൃപ്തയായ മുത്തശ്ശി അമ്മയെയും അച്ഛനെയും ചുമ്മാ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്ത മുഴുവൻ ധൈര്യത്തിൻ്റെ നിക്ഷേപവുമായി നടപ്പ് തുടർന്നു. മേഘാവൃതമായ അന്തരീക്ഷം ഇരുട്ട് പരത്തുന്നതിന് ആക്കം കൂട്ടി. നിലാവിൻ്റെ വെളിച്ചമെങ്കിലും തുണയുണ്ടാകുമെന്ന് കരുതി ആകാശത്തേക്ക് നോക്കിയപ്പോൾ ചന്ദ്രൻ്റെ പൊടി പോലും അവിടെ ഒന്നും കണ്ടെത്താനായില്ല. അതെ, ഇന്ന് അമാവാസിയാണ്. പോരാത്തതിന് വെള്ളിയാഴ്ചയും. താൻ ചെയ്ത വെഡിത്തത്തിൻ്റെ കാഠിന്യവും ഗൗരവവും ഇത്രയും ഭയാനകമായിരുന്നു. ഇനി ഒരിക്കലും തൻ്റെ വീട്ടിലേക്ക് തനിക്ക് തിരികെ പോകാൻ കഴിയില്ലേ? ഭയാശങ്കകൾ കൊണ്ട് മനസ്സ് മാനത്തേക്കാൾ ഇരുണ്ടു തുടങ്ങിയിരിക്കുന്നു.
വീട്ടിലൊരു ടോർച്ചുണ്ടായിരുന്നത് 4 ദിവസം മുമ്പേ പണി മുടക്കുകയും ചെയ്തു. അച്ഛന് അതൊന്നു കൊണ്ടുപോയി നന്നാക്കിച്ചാലെന്താ? അതുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ബലമായേനെ. അല്പം കൂടി നടന്നാൽ ഭ്രാന്തൻ തിരുമേനിയുടെ ഇല്ലമായി. ഹൃദയത്തിൻ്റെ 4 അറകളിൽ ഏതോ ഒന്നിൽ ശിങ്കാരി മേളം കനക്കുന്നത് അറിയാൻ കഴിയുന്നുണ്ട്. അലസമായൊരു കാറ്റ് തട്ടിത്തടഞ്ഞുകൊണ്ട് ലക്ഷ്യബോധമില്ലാതെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഇടതുവശത്തേക്ക് നോക്കരുതെന്ന് മനസ്സിലുറപ്പിച്ചു. ഇല്ലം അടുത്തെത്താറായപ്പോൾ ഇരു കണ്ണുകളും ഇറുക്കിയടച്ചു. കണ്ണുകൾ അടച്ചു കഴിഞ്ഞപ്പോൾ കൂടുതൽ ഭയം തോന്നി തുടങ്ങി. തനിക്ക് ചുറ്റിലും രക്തദാഹികളായ പിശാചുക്കൾ നിൽക്കുന്നുവോ? അവ തൻ്റെ കഴുത്തിലെ ഞരമ്പുകളെ ലക്ഷ്യമിട്ട് അടുക്കുന്നുവോ? ഞെട്ടിത്തെറിച്ച് കണ്ണുകൾ തുറന്നു. ഇതിലും ഭേദം ഈ ഇരുട്ട് തന്നെ. ഇല്ലത്തിൻ്റെ പഴകി ചിതലരിച്ച പടിപ്പുര വലത്തെ കൺകോണിൽ എവിടെയോ ചെന്നുടക്കിയപ്പോൾ അറിയാതെ അങ്ങോട്ടേക്കൊന്ന് നോക്കിപ്പോയി. ഇരുട്ടിൻ്റെ വായ്ക്കുള്ളിൽ ഞെരിഞ്ഞമരുന്ന ഇല്ലത്തിൻ്റെ കാഴ്ച എത്ര ഭയാനകം! പൊളിഞ്ഞു വീണ വാതിലുകളും ജനലുകളും. അവയ്ക്കപ്പുറത്തുനിന്ന് 2 കണ്ണുകൾ തന്നെ ഉറ്റുനോക്കുന്നുണ്ടോ? അലസനായ കാറ്റിൻ്റെ ഭാവം മാറിയതും അതിൻ്റെ പാർശ്വഫലമെന്നോണം ഇല്ലത്തിൻ്റെ മേൽക്കൂരയിൽ നിന്ന് 2 ഓട് നിലത്ത് വീണതും പെട്ടെന്നായിരുന്നു. എൻ്റെ ദേവി! ഉള്ളിൽ ഭയത്തിൻ്റെ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളി. പൊഴിയുന്ന കാലുകൾക്ക് ദേവീനാമജപം കൊണ്ട് ശക്തി നൽകി മുമ്പിലേക്ക് പാഞ്ഞു. ഇന്ന് തൻ്റെ കഥ കഴിഞ്ഞത് തന്നെ. അവിടേക്ക് നോക്കിയത് തിരുമേനിയെ ചൊടിപ്പിച്ചിട്ടുണ്ടാകും. എത്രയും പെട്ടെന്ന് കാവ് കടക്കണം, അല്ലാതെ വേറെ വഴിയില്ല. ഇനി ആ ഇല്ലത്തിന് മുമ്പിലൂടെ ഒറ്റയ്ക്ക് തിരികെ പോകാനുള്ള ധൈര്യമില്ല. അർജുനൻ ഫൽഗുനൻ മന്ത്രം ചൊല്ലി മനസ്സിന് ഇല്ലാത്ത ധൈര്യം പകർന്ന് കാവിനുള്ളിലേക്ക് പ്രവേശിച്ചു. എന്തൊരു ഇരുട്ടാണ്! സർപ്പപ്രതിഷ്ഠകളുടെ മുമ്പിലെ കൽവിളക്കുകളിൽ കർക്കിടകത്തുള്ളികൾ കറുത്ത് കിടക്കുന്നുണ്ട്. പ്രതിഷ്ഠകളിരിക്കുന്ന തറയെ പിളർത്തിക്കൊണ്ട് പാലമരത്തിൻ്റെ വേരുകൾ എങ്ങോട്ടെന്നില്ലാതെ വ്യാപിച്ചിരിക്കുന്നു. അവിടേക്കൊന്നും നോക്കരുതെന്ന് കരുതിയതാണ്. പക്ഷെ എന്തോ തന്നെ അങ്ങോട്ടേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇനിയത് ഗന്ധർവൻ്റെ പണിയായിരിക്കുമോ? നമശിവായ ചൊല്ലി നടത്തം തുടർന്നു. പെട്ടെന്ന് പുറകിലൂടെ എന്തോ ഓടിമറയുന്ന പോലൊരു ശബ്ദം. ശരിക്ക് കേട്ടതാണ്. അതെ, ആരോ തൻ്റെ പുറകിലുണ്ടെന്ന് തീർച്ച. മുമ്പോട്ട് നടക്കാനാകാത്ത വിധം കാലുകൾ തളർന്നിരിക്കുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ശബ്ദം. അത് വീണ്ടും ആവർത്തിച്ചു. അല്ല, തോന്നലല്ല, സത്യം തന്നെ. ഒരു ചിരങ്കയുടെ ശബ്ദം. അതെവിടെ നിന്നാണ് കേൾക്കുന്നത്? തിരുമേനിയെ കൊന്ന പോലെ അവൾ തന്നെയും കൊല്ലും. ഈർപ്പം തങ്ങി നിൽക്കുന്ന അന്തരീക്ഷത്തിലും വിയർപ്പ് പൊടിയുന്നുണ്ടെന്നല്ല, ആകെ വിയർത്ത് കുളിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നാൽ പല്ലും നഖവും പോലും അവൾ ബാക്കി വയ്ക്കില്ല. കണ്ണുകൾ ഇറുക്കിയടച്ച് സർവശക്തിയുമെടുത്ത് എങ്ങോട്ടെന്നില്ലാതെ ഓടി. ഇപ്പോൾ ചിലങ്കയുടെ ശബ്ദം കേൾക്കാനില്ല. പതിയെ കണ്ണുകൾ തുറന്നു. എല്ലാം വെറും തോന്നലാണെന്ന് സ്വയം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോഴതാ പാടവരമ്പിലൂടെ ഒരു വെളുത്ത രൂപം തന്നെയും ലക്ഷ്യമാക്കി വരുന്നു. അതോടൊപ്പം എന്തോ ശബ്ദവും കേൾക്കാൻ കഴിയുന്നുണ്ട്. അതെ, അത് സംസ്കൃതമോ മറ്റോ ആണ്. ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ട് ഭ്രാന്തൻ തിരുമേനിയാണ് വരുന്നത്. കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങിയിരിക്കുന്നു. ഏഴിലമ്പാലുകൾ ആടി ഉലയുന്നു. കാവിൻ്റെ തെക്കുഭാഗത്തായി കൂട്ടം കൂടി നിൽക്കുന്ന പാലകളിൽ ഏതോ ഒന്നിൻ്റെ കൊമ്പിലിരുന്ന് കാലൻ കോഴി ആഞ്ഞുകൂവി. ബോധം നഷ്ടപ്പെടുന്ന പോലെ. ഇല്ല, ഇവിടെ ഈ നശിച്ച കാവിൽ അവസാനിക്കാനുള്ളതല്ല തൻ്റെ ജീവിതം. പാടത്തു നിന്നും ആ വെളുത്ത സത്വം വരുന്നതിനാൽ ജീവനോടെ പാടം കടക്കുകയെന്നതും രവിയേട്ടനെ കൂട്ടാൻ പോവുകയെന്നതും സാധ്യമല്ല. എന്തു ചെയ്യും? വീട്ടിലേക്ക് തിരിഞ്ഞോടുക തന്നെ. തീരുമാനം മനസ്സുറപ്പിച്ച് അവശേഷിക്കുന്ന നാഡീമിടിപ്പുകളുമായി തിരിഞ്ഞു. അതാ കുറച്ചകലെയായി പാടങ്ങൾക്കും മധ്യത്തിലുള്ള കരിമ്പനയ്ക്ക് മുകളിൽ നിന്നും മറ്റൊരു വെളുത്ത രൂപം ഊർന്നിറങ്ങി വരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും അടക്കം തന്നെ സ്നേഹിക്കുന്ന, താൻ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മുഖം മനസ്സിൽ മിന്നിമായിരുന്നു. അലറി വിളിക്കണമെന്നുണ്ട്, പക്ഷേ ശബ്ദം പുറത്തു വരുന്നില്ല. ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ തിരിഞ്ഞോടി. അപ്പോഴാണ് കാണുന്നത് കാവിൻ്റെ മറുതലക്കിൽ നിന്ന് ഒരു തീഗോളം വായുവിൽ ചലിക്കുന്നു. കൊള്ളിപ്പിശാച് തന്നെ. ഇനി എങ്ങോട്ടോടും? 4 വശത്തും പ്രേതങ്ങൾ. അതെ, താനിതാ ഈ സുന്ദരമായ ജീവിതം ഉപേക്ഷിച്ച് മറ്റൊരു ലോകത്തേക്ക് പോകാനൊരുങ്ങുന്നു. ശരിയാണ്, താൻ മരിക്കാൻ പോകുന്നു. കർക്കിടകം കനം വെപ്പിച്ച മേഘങ്ങളിൽ നിന്നൊരു മിന്നൽ പിണർ അതിഭയാനകമായ ശബ്ദത്തോടെ കാവിലെവിടെയോ വന്നു പതിച്ചു. ഭയത്താൽ ഞെട്ടിത്തെറിച്ച് ചെളിയിലേക്ക് വീണു. വീഴ്ചയ്ക്കിടയിൽ ചൂട്ട് തെറിച്ചു പോയിരിക്കുന്നു. പണ്ടേ ദുർബല, പോരെങ്കിൽ ഗർഭിണി എന്നതായി അവസ്ഥ. ചളിയിൽ നിന്നും മുഖം മേൽപോട്ട് ഉയർത്തി. തൻ്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്നു 3 അടിയോളം ഉയരമുള്ളൊരു കറുത്ത രൂപം. അതിന് 4 കൈകളുണ്ട്. ബോധം പതിയെ മാഞ്ഞു തുടങ്ങുന്നു. വീണ്ടും കേൾക്കാം ചിലങ്കയുടെ ശബ്ദം. ആകാശച്ചെരുവിൽ നിന്നും കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ മറ്റൊരു വെള്ളിടി കനത്തിൽ വെട്ടി. അതോടെ ബോധരഹിതനായി താഴേക്ക്. താൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു.
സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഉള്ള യാത്രയിലാണ് താനിപ്പോൾ. ആരോ തൻ്റെ പേര് വിളിക്കുന്നുണ്ട്. ഏറെ പരിചിതമായ ശബ്ദം. അതെ, സാക്ഷാൽ കാലൻ തന്നെ. പെട്ടെന്ന് മറ്റൊരു സ്ത്രീ ശബ്ദവും കൂടെ തന്നെ വിളിക്കുന്നു. ഇനിയത് കാലൻ്റെ ഭാര്യയെങ്ങായുമായിരിക്കുമോ? പതിയെ കണ്ണുകൾ തുറന്നു. അവ്യക്തമായി മുമ്പിൽ വന്നു നിൽക്കുന്നൊരു വെളുത്ത രൂപത്തെ കാണാൻ കഴിയുന്നുണ്ട്. പതിയെ കാഴ്ച ശരിയായി. മുമ്പിൽ നിൽക്കുന്നത് രവിയേട്ടനാണ്. ചുറ്റിലും അച്ഛനും അമ്മയും മുത്തശ്ശിയും. അമ്മ വാവിട്ട് കരയുന്നുണ്ട്. കുട്ടാ, എന്താടാ പറ്റിയേ? രവിയേട്ടൻ്റെ ചോദ്യം. ഈശ്വര, ഇവരെല്ലാവരും എങ്ങനെയാണ് മരിച്ചത്? 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് താൻ മരിച്ചിട്ടില്ലെന്ന ഞെട്ടിക്കുന്ന സത്യം ബോധ്യപ്പെട്ടത്. അപ്പോൾ കാലൻ്റെയും അച്ഛൻ്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നുവെന്ന് തോന്നിയത് വെറുതെയല്ല. ആരെയും വീണ്ടും കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ദൈവമേ, നിനക്ക് നന്ദി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് തനിക്കുണ്ടായ അനുഭവം എല്ലാവരോടുമായി പറഞ്ഞു. അമ്മയും മുത്തശ്ശിയും അമ്പരപ്പോടെ പരസ്പരം നോക്കി. അതേസമയം അച്ഛനും രവിയേട്ടനും പരസ്പരം നോക്കി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അവർ എല്ലാം വിശദമായി പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. ഞാൻ കേട്ട ചിലങ്ക അത് യക്ഷിയായിരുന്നില്ല, ചീവിയുടോ മറ്റോ ആണത്രേ. പാടത്ത് തന്നെ ലക്ഷ്യമാക്കി വന്ന വെളുത്ത രൂപം അത് രവിയേട്ടനായിരുന്നു. വെള്ളയും അല്ലാതെ ഇങ്ങേർക്ക് ഇന്നലെ വേറെ ഒന്നും ഇടാൻ കിട്ടിയില്ലേ? പിന്നെ ഞാൻ കേട്ട ഭ്രാന്തൻ തിരുമേനിയുടെ മന്ത്രോച്ചാരണം, അത് കേട്ടത് രവിയേട്ടൻ തനിക്കായി വാങ്ങി വന്ന റേഡിയോയിൽ നിന്നാണ്. പറഞ്ഞ സമയത്തിന് എന്നെ കാണാതായപ്പോൾ രവിയേട്ടൻ തന്നെ ഇങ്ങ് പോന്നു. പേടി അറിയാതിരിക്കാൻ റേഡിയോയും വെച്ചു. അതിലപ്പോൾ സംസ്കൃതത്തിൽ എന്തോ പരിപാടിയായിരുന്നത്രേ. അല്ല, അപ്പോൾ ഞാൻ പനയിൽ കണ്ട ആ രൂപം. വെളുത്തൊരു പട്ടം എനിക്ക് നേരെ നീട്ടിക്കൊണ്ട് അച്ഛൻ ചിരിച്ചു. ശരിയാണ്, അയൽപക്കത്തെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ രാവിലെ ഉണ്ടാക്കി കൊടുത്തതാണ്. പാടത്ത് പട്ടം പറത്തുന്നതിനിടയിൽ അത് പനയോലകളിലോ മറ്റോ ഉടക്കിയിരുന്നു. ഇന്നലെ കാറ്റത്ത് അതെങ്ങനെയോ താഴേക്ക് വീഴുന്നതാണ് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ കണ്ട കൊള്ളിപ്പിശാച്ച് അത് അച്ഛനായിരുന്നു. എന്നെ ഒറ്റയ്ക്ക് വിട്ടതാന്ന് അമ്മയെ ചീത്ത പറഞ്ഞ് ചൂട്ടുമായി എന്നെ തപ്പി ഇറങ്ങിയതാണ് അച്ഛൻ. ആ നേരത്തെ അവസ്ഥയിൽ കയ്യിലെ ചൂട്ടും അതിലെ തീയും മാത്രമേ ഞാൻ കണ്ടുള്ളൂ. വീട്ടുകാർ ആകെ പേടിച്ചിരിക്കുന്നു. എങ്ങനെ പേടിക്കാതിരിക്കും? രാത്രി മുഴുവൻ ഒടുക്കത്തെ പനിയിൽ ഞാൻ എന്തൊക്കെയോ പിച്ചും പെയ്യുമൊക്കെ പറഞ്ഞിരുന്നത്രേ. കാവിനുള്ളിൽ നാഗയക്ഷിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. 4 കൈകളുള്ള 3 അടി മാത്രം ഉയരമുള്ള ഒരു പ്രതിഷ്ഠ. കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. പരിഹാസച്ചിരികൾക്ക് നടുവിൽ ഇളിഭ്യനായി ഇരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് ആരോ അച്ഛനെ വിളിക്കുന്നത് കേട്ടത്. ആ വിളി കേട്ടതറിയാം, എന്തോ പ്രശ്നമുണ്ട്. അച്ഛനുൾപ്പെടെ എല്ലാവരും വേഗം പുറത്തേക്കിറങ്ങി. കമ്പിളി പുതച്ചുകൊണ്ട് ഞാനും ആകാംക്ഷയോടെ പുറത്തേക്കിറങ്ങി. ദാസപ്പൻ ചേട്ടനാണ്. എന്താ ദാസപ്പ ഇത്ര രാവിലെ? അച്ഛൻ്റെ ചോദ്യം. കിതപ്പ് അടക്കി പിടിച്ചുകൊണ്ട് ആയാസപ്പെട്ട് ദാസപ്പൻ ചേട്ടൻ്റെ മറുപടി. അതീശ, നാട് വിട്ട നമ്മുടെ രഘു. എന്താടാ രഘുവിനിപ്പോൾ എന്താ? ആശങ്കയോടെ അച്ഛൻ്റെ ചോദ്യം. അവനവിടെ കാവിൽ മരിച്ചു കിടക്കുന്നു. നീ വേഗം വാ. നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അച്ഛനും ദാസപ്പൻ ചേട്ടനും കാവിലേക്ക് ഓടി. എൻ്റെ മുഖത്ത് മാഞ്ഞുപോയ ഭയം വീണ്ടും പൂർവാധിക ശക്തിയോടെ തിരിച്ചെത്തുന്നത് രവിയേട്ടൻ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സ് മറ്റാരും കേൾക്കാതെ ആവർത്തിച്ചു. 7 കാവ്, നിലാവ് പോലും പൊഴിയാൻ ഭയക്കുന്നിടം. എഴുതിയത് വിജയരാജ് ആർ, ഷൊർണൂർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റ് വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പോൾ ഇനി ഒരു യൂട്യൂബ് യാത്രയിൽ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ അടുത്ത വീഡിയോ മറ്റൊരു വീഡിയോയുമായി അധികം വൈകാതെ തന്നെ ഞാൻ വരുന്നതായിരിക്കും. Bye.